പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാന തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പ്രതി. CSR ഫണ്ടിന്റെ പേരിൽ കണ്ടെത്തിയത് 350 കോടിയുടെ ക്രമക്കേട്. അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതിനു ശേഷം പരാതികളുടെ പ്രവാഹം. നിയമസഹായം നൽകുക മാത്രമാണ് ചെയ്തതെന്ന് ലാലി വിൻസെന്റ്. കോഴിക്കോട് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഹോട്ടൽ ഉടമ അറസ്റ്റിൽ. ദേവദാസ് പിടിയിലായത് തൃശൂരിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ. 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് FIR-ൽ തിരിമറി നടത്തിയെന്ന് കുടുംബം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാകുംഭമേളയിൽ. പ്രയാഗ്രാജിൽ ഗംഗയിൽ സ്നാനം ചെയ്തു മോദി. യോഗി ആദിത്യനാഥിനൊപ്പം കുംഭമേള സജ്ജീകരണങ്ങളുടെ വിലയിരുത്തൽ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. ഉച്ചവരെ 35% പേർ വോട്ട് ചെയ്തു. വോട്ട് രേഖപ്പെടുത്തി രാഷ്ട്രപതിയും. മുഖ്യമന്ത്രി അതീഷിയുടെ ഓഫീസിലെ 2 ജീവനക്കാരുടെ പേരിൽ പണം കൈവശം വെച്ചതിന് കേസ്. ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന നിർണായക പ്രഖ്യാപനവുമായി ട്രംപ്. പലസ്തീൻ പൗരന്മാരെ ജോർദാനും ഈജിപ്തും സ്വീകരിക്കണമെന്ന നിർദ്ദേശം. വൈറ്റ് ഹൌസിലെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തെന്ന് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് നെതന്യാഹു. ട്രംപിന്റെ നിർദ്ദേശം തള്ളി ഹമാസ്. പത്തനംതിട്ടയിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെ പോലീസ് അതിക്രമം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആളുമാറി ക്രൂരമായി മർദ്ദിച്ചു. SIയും സംഘവും എത്തിയത് ബാറിൽ പ്രശ്നമുണ്ടാക്കിയവരെ തിരഞ്ഞ്. SIക്ക് വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. ക്രിസ്മസ് പുതുവത്സര ബമ്പർ വിജയിയെ അല്പസമയത്തിനകം അറിയാം. ബമ്പർ സമ്മാനം 20 കോടി. അവസാന നിമിഷവും ടിക്കറ്റ് വിൽപ്പന സജീവം. കോഴിക്കോട് മുക്കത്ത് ലോഡ്ജിലെ പീഡനശ്രമ കേസിൽ ലോഡ്ജ് ഉടമ ദേവദാസ് കുന്നംകുളത്ത് പോലീസിന്റെ പിടിയിലായി. ലോഡ്ജ് ഉടമ ദേവദാസിനെ മുക്കത്ത് തെളിവെടുപ്പിനായി എത്തിച്ചിട്ടുണ്ട്. കുന്നംകുളത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ദേവദാസ് പിടിയിലായത്. മറ്റ് 2 പ്രതികൾ ഒളിവിലാണ്. പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് ചാടിയ യുവതി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഈ സ്ത്രീയുടെ മൊഴി അനുസരിച്ചാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സമയം കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയം ഈ സ്ത്രീയുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമ തന്നെക്കെതിരെയാണ് ഈ പരാതി വന്നിരുന്നത്. ആ സമയത്ത് അതിന്റെ നിജസ്ഥിതി പെട്ടെന്ന് അറിയാനുള്ള ഒരു വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ആ സ്ത്രീയുടെ കറക്റ്റ് മൊഴിയെടുത്തു. അതിൽ FIR അതിനനുസരിച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഈ പ്രതി അബ്സ്കൗണ്ടിങ് ആയിരുന്നു. നമ്മൾ അതിനെ ഈ പ്രതിയെ പിടിക്കാനുള്ള എഫേർട്ടിലായിരുന്നു. അത് സഫലമാവുകയും ചെയ്തു. ഇന്നലെ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ ഇയാൾ എങ്ങനെയാണെന്നുള്ളത് അതങ്ങനെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് എല്ലാ സോഴ്സിൽ കൂടിയും ഇയാളെ കാറ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം നമ്മളെ അത് ട്രെയിനിൽ പോയി എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാകാം. ആ ബസ്സിനകത്ത് പിന്നെ ബസ്സിൽ പോയി എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ബസ്സിലെ ടിക്കറ്റും മറ്റു കാര്യങ്ങളും വെരിഫൈ ചെയ്തു. ഇയാളെ പോയ ബസ് ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഓൺ ദ വേയിൽ ഞങ്ങൾ ആ കണ്ടക്ടറെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ലോഡ്ജ് ഉടമയെ അറസ്റ്റ് ചെയ്തെങ്കിലും പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുകയാണ് യുവതിയുടെ കുടുംബം. പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് ചാടിയെന്ന് മൊഴി നൽകിയിട്ടും ബാൽക്കണിയിൽ നിന്ന് വീണു എന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയത്. കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ പോലീസ് ശ്രമിച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വീഡിയോ പുറത്തുവിട്ടത് വിഷമത്തോടെയാണെന്നും കുടുംബം പറയുന്നു. ഹോട്ടൽ ഉടമ ദേവദാസ് യുവതിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുകയാണെന്നും കുടുംബത്തിന്റെ ആരോപണമുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയെന്നാണ്. പക്ഷേ FIR-ൽ പോലും അവർ കാണിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് വീണു എന്നൊക്കെയാണ്. അത് എന്തൊക്കെയോ ദുരൂഹതയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ബന്ധപ്പെട്ടോ എത്ര തവണ ബന്ധപ്പെട്ട് പോലീസുകാർ ബന്ധപ്പെടും. നമ്മളെ ഡ്യൂട്ടി ചെയ്തോളാം എന്നുള്ളൊരു മറുപടിയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. വിഷമത്തോടുകൂടിയാണ് നമ്മൾ ആ വീഡിയോ വിട്ടത്. കാരണം ജനങ്ങളെങ്കിലും സത്യം അറിയണം. പ്രത്യേകിച്ച് അദ്ദേഹം ഈ മാന്യൻ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി തന്നെ അയാൾ ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന സമൂഹത്തിൽ ഈ കുട്ടിക്കെതിരായിട്ട്. അന്ന് ഇയാൾ അങ്ങോട്ട് 2-3 പേരല്ലേ താമസിക്കുന്ന ഒരു വീടായിരുന്നു. അവിടെ 2 കുട്ടികൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അതും നിർബന്ധപൂർവ്വം പറഞ്ഞയച്ചതാണോ എന്താണെന്ന് അറിയില്ല. അതിന് പറയില്ല കഥ എനിക്കറിയില്ല. 2 പേരും
അവിടെ ഉണ്ടായിരുന്നില്ല. കുട്ടി തനിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ കുട്ടി തനിച്ചുള്ള സമയത്താണ് ഏകദേശം ഒരു 11 മണിയോട് കൂട്ടിയിട്ട് അവർ പോവുകയും അവർ ബലമായിട്ട് പിടിക്കുകയും അതിനകത്ത് വിഷ്വലിൽ തന്നെ അവരുടെ ഓഡിയോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് കാണുന്നുണ്ട് ഒച്ചവർക്ക് നിന്റെ മാനം കളയും, മാനം പോകുന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതും ഒരു തെളിവായിട്ട്, ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള തെളിവല്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഖേദകരമാണ്. സത്യത്തിൽ ദുഃഖം തോന്നുന്നുണ്ട്. കേരള പോലീസ് പോലീസിൽ കുറ്റം പറയുകയല്ല. പ്രതിയെ രക്ഷിക്കാൻ പോലീസ് കൂട്ടുനിന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടക്കുകയുണ്ടായി. 2 പ്രതികൾ, അതായത് ലോഡ്ജിലെ ജീവനക്കാരായ 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ലോഡ്ജിന്റെ ഉടമയായ ദേവദാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇതിൽ പോലീസ് ചില കാര്യങ്ങൾ മറച്ചുവെച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ ആരോപണമായി കുടുംബം ഉന്നയിക്കുകയാണല്ലോ. ശരിക്കും എന്താണ് ഇതിന്റെ വസ്തുത? ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ദേവദാസ്, ഇയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടായോ പോലീസിന്റെ ഭാഗത്ത് നിന്ന്? മഞ്ജുജി, ഹോട്ടലിന്റെ വെളിപ്പാട് അകലെയാണ് ഇവർ താമസിക്കുന്ന സ്ഥലമുള്ളത്. അവിടെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ഉടമയും 2 ജീവനക്കാരും എത്തുകയും പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത്. ഇതേ തുടർന്ന് മുകളിൽ നിന്ന് താഴേക്ക് ജീവരക്ഷാർത്ഥം ചാടുകയാണ് ഉണ്ടായത്. ഗുരുതരമായ പരിക്ക് പറ്റിയ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ കിടക്കുകയും ചെയ്യുകയാണ്. ആദ്യം ഈ നാട്ടുകാരൊക്കെ ബഹളം വെച്ചപ്പോൾ ഈ പ്രതികൾ തന്നെയാണ് ഈ യുവതിയുമായി KMCT ആശുപത്രിയിലേക്ക് ചെല്ലുന്നത്. അവിടെ എത്തി പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ യുവതി ഇത്തരത്തിൽ തന്റെ തൊഴിലുടമ തന്നെയാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്, താൻ പ്രാണരക്ഷാർത്ഥം ചാടുകയാണ് എന്ന് പറയുകയുമുണ്ടായി. ആ സമയത്താണ് ഈ പ്രതികൾ ആപത്ത് മണത്തറിഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങുകയും ചെയ്ത് അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ സമയത്തൊക്കെ കൃത്യമായി തന്നെ യുവതി തന്റെ മൊഴിയിൽ പറഞ്ഞിരുന്നത് ഇവർ ആക്രമിക്കാൻ വന്നപ്പോൾ പ്രാണരക്ഷാർത്ഥം ചാടിയത് ആണ് എന്ന് തന്നെയാണ്. പക്ഷേ ആദ്യ പ്രാഥമിക FIR-ൽ രേഖപ്പെടുത്തിയിരുന്നത് ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വീണു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിനുശേഷം 4 ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനാവുന്നത്. ഈ ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന് സമൂഹ മനസാക്ഷി ഒന്നടങ്കം ഈ പോലീസിനെതിരായി വരുന്ന ഒരു സാഹചര്യത്തിൽ വനിതാ കമ്മീഷൻ അടക്കം പോലീസിനോട് വിശദീകരണം തേടുന്ന സാഹചര്യത്തിൽ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് വിദ്യാർത്ഥി സംഘടനകളും മഹിളാ സംഘടനകളും മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു അറസ്റ്റ് നീക്കമുണ്ടായത്. ആദ്യത്തെ 2 ദിവസം ഹോട്ടലിൽ വന്നുപോയ ആൾ ഈ യുവതിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ അടക്കം നടത്തുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവരികയും പോലീസിന് തന്നെ നാണക്കേടായി മാറുകയും ചെയ്തത്. ഇന്നലെ രാത്രി കുന്നംകുളത്തും നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ബസ്സിൽ യാത്ര ചെയ്യവേ അതിനുശേഷം പുലർച്ചയോടുകൂടി തന്നെ മുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ഉച്ചയ്ക്ക് മുമ്പായി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഈ പോലീസ് ഈ പ്രതിയുമായി ഈ വീട്ടിലെത്തി തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഈ തെളിവെടുപ്പ് നടക്കുമ്പോൾ തന്നെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അവർ ഈ പ്രതിയുടെ വാഹനം തടയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് ഈ പ്രതിഷേധിച്ച ആളുകളെ പുറത്തേക്ക് മാറ്റുകയായിരുന്നു. CPM-നെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ BJP ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. പാർട്ടിയുടെ ഏറ്റവും അടുത്ത ഒരു അനുഭാവിയാണ്. ഈ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് പോലും CPM പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഇടത് സംഘടനകളൊന്നും ഈ വിഷയത്തിൽ ഇതേ നിമിഷം വരെ പ്രതികരിക്കാത്തത്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് മുക്കത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോഡ്ജ് ഉടമയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ലോഡ്ജിലെ ജീവനക്കാരിയാണ് പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ ലോഡ്ജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തൃപ്പൂണിത്തുറയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയിൽ പുത്തൻകുരിശ് പോലീസും അന്വേഷണം തുടങ്ങി. ആരോപണ വിധേയർ പ്രായപൂർത്തിയാകാത്തതിനാൽ റാഗിംഗ് പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെയാണ് അന്വേഷണം തുടങ്ങിയത്. മിഹിറിന്റെ സഹോദരന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അന്വേഷണം തുടരുന്നതിനിടയിലാണ് റാഗിങ്ങിൽ പുത്തൻകുരിശ് പോലീസ് പ്രത്യേക അന്വേഷണം നടത്തുന്നത്. സംഭവത്തിൽ മിഹിറിന്റെ സഹോദരന്റെ മൊഴിയെടുത്തു. സ്കൂൾ മാനേജ്മെന്റിന്റെയും കുട്ടികളുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും. ആരോപണം തെളിഞ്ഞാൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും ഉടൻ സമർപ്പിച്ചേക്കും. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. മെഹിർ പഠിച്ച ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളും ജെംസ് പബ്ലിക് സ്കൂളും NOC ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കും. ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂൾ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്ന് മിഹിർ അഹമ്മദിന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. മെഹിറിനെ ജെംസ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണെന്ന ആരോപണം തെറ്റാണെന്നും ജനുവരി 23-ന് റാഗിങ്ങിനെക്കുറിച്ച് സ്കൂളിന് പരാതി നൽകിയിരുന്നുവെന്നും മകനെ റാഗ് ചെയ്തവരിൽ ഒരാൾ പ്രായപൂർത്തിയായ ആളാണെന്നും കുടുംബം ആരോപിക്കുന്നു. പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് സ്കൂൾ അധികൃതർ മരണദിവസം മിഹിറിനെ ഭീഷണിപ്പെടുത്തിയെന്നും
മിഹിറിന്റെ കുടുംബം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. ന്യൂസ് 18 കൊച്ചി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായി ഇന്നും പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി ആയുധം വാങ്ങിയ എലവഞ്ചേരിയിലെ കടയിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനാൽ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊലപാതകത്തിന് 2 ആഴ്ച മുൻപ് എലവഞ്ചേരി അഗ്രോ എക്യുപ്സ് എന്ന കടയിൽ നിന്ന് ആയുധം വാങ്ങിയെന്നാണ് ചെന്താമര അന്വേഷണ സംഘത്തിനോട് പറഞ്ഞത്. കടയിലെ ജീവനക്കാർ താൻ ആവശ്യപ്പെട്ട വിധം ആയുധം നിർമ്മിച്ചു നൽകിയതായി ചെന്താമര പോലീസിനോട് പറഞ്ഞു. ഇതിനുപയോഗിച്ച ലെയ്ത്ത് മെഷീനെക്കുറിച്ചും വിവരിച്ചു. എന്നാൽ ആയുധം വാങ്ങിയത് തന്റെ കടയിൽ നിന്നല്ലെന്നും ചെന്താമരയെ അറിയില്ലെന്നുമായിരുന്നു കടയുടമ ചെന്താമരാക്ഷന്റെ പ്രതികരണം. എന്റെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല, ഉറപ്പായിട്ടും. ഇത്തരത്തിലുള്ള ഈ സാധനം ഇവിടെ ഉണ്ടാക്കാറുമില്ല. അതന്നെയാണ് അതിൽ കുറച്ച് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ സീലുണ്ട്, ഇവിടുത്തെ ചെയ്യുന്നതിന് വൃത്തിയായിട്ടുള്ള സീലുകളുണ്ട്. ഇതിലൊന്നും സീലും ഇല്ല, ഒന്നുമില്ലാത്തതാണ്. ആയുധത്തിൽ കടയുടെ സീൽ നേരത്തെ തന്നെ കണ്ടെത്തിയതാണെന്നും ലെയ്ത്ത് മെഷീൻ ഉൾപ്പെടെ കൃത്യമായി വിവരിച്ച പ്രതിക്ക് മുൻപ് കടയിൽ വരാതെ അതിന് സാധിക്കില്ലെന്നും ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ പറഞ്ഞു. നമുക്ക് അയാൾ അങ്ങനെ പറഞ്ഞാലും ആ വെട്ടുകത്തിയുടെ ബാക്കിൽ ഒരു നമ്പർ ഉണ്ട് അവരുടെ കമ്പനിയുടെ. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. പിന്നെ ഇയാൾ അതിനകത്തേക്ക് കടന്ന് ആ ലേത്ത് മെഷീൻ എവിടെ വെച്ചിരിക്കണമെന്ന് ഇയാൾ കാണിച്ചത്. ഇയാൾ ഒരു പോകാത്ത ഒരാൾക്ക് ലേത്ത് മെഷീൻ എവിടെയാണ്, അതിലെങ്ങനെയാണ് ഹോൾ ഇട്ടെന്നൊന്നും അറിയില്ലല്ലോ. പ്രതി 1 മാസം മുൻപ് പറമ്പിലെ അടിക്കാട് വെട്ടാൻ ആയുധം വാങ്ങിയ മറ്റൊരു കടയിലും തെളിവെടുപ്പ് നടത്തി. എന്നാൽ ഈ ആയുധം ഇയാൾ കൃത്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. ചോദ്യം ചെയ്യലിൽ അയൽവാസിയായ പുഷ്പയെ കൊല്ലാൻ സാധിക്കാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്ന് പറഞ്ഞ പ്രതി തന്റെ മകളോട് സ്നേഹമുണ്ടെന്നും വീട് മകൾക്ക് നൽകണമെന്നും അന്വേഷണ സംഘത്തോട് പറഞ്ഞു. പിന്നെ മകൾക്ക് വീട് കൊടുക്കണം, മകളെ ഭയങ്കര ഇഷ്ടമാണെന്നും കൂടി പുള്ളി ഇന്നലെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. കൊലപാതകം നടത്തിയ സ്ഥലത്തും ആയുധം വാങ്ങിയ കടയിലും ഉൾപ്പെടെ ഇന്നലെയും ഇന്നുമായി വിശദമായ തെളിവെടുപ്പാണ് അന്വേഷണ സംഘം നടത്തിയത്. ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധമില്ലാതിരുന്ന പ്രതിക്കെതിരെ സാധ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ തുടരന്വേഷണം വഴിമുട്ടി. സാക്ഷ്യപത്രം നൽകണമെങ്കിൽ പ്രതിയെ മെഡിക്കൽ കോളേജിൽ 10 ദിവസം നിരീക്ഷിക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. ഇതോടെ പ്രതി ഹരികുമാറിനെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മരിച്ച ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിനെ കോടതിയിൽ ഹാജരാക്കി. ഇവരെ 4 ദിവസത്തെ കസ്റ്റഡിക്കായി പോലീസ് അപേക്ഷ നൽകും. പാലായിൽ ഭാര്യാമാതാവിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഭാര്യാമാതാവും മരുമകനും മരിച്ചു. അന്ത്യാളം സ്വദേശിനി നിർമ്മല, കരിങ്കുന്നം സ്വദേശി മനോജ് എന്നിവരാണ് മരിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് അന്ത്യാളത്തെ വീട്ടിൽ അക്രമം നടന്നത്. ഇന്നലെ രാത്രി 7:30-ക്കാണ് അന്ത്യാളം സ്വദേശി നിർമ്മലയെ മരുമകൻ മനോജ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. കരിങ്കുന്നത്തെ വീട്ടിൽ നിന്നും മകനൊപ്പം അന്ത്യാളത്തെ ഭാര്യ വീട്ടിലെത്തിയാണ് മനോജ് അക്രമം നടത്തിയത്. നിർമ്മലയുടെ ദേഹത്തും സ്വന്തം ദേഹത്തും പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു. ബഹളം കേട്ട നാട്ടുകാർ പാലാ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. ആദ്യം പാലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. മനോജിനെതിരെ വീട്ടുകാർ മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നു. കുടുംബവഴക്ക് സംബന്ധിച്ചായിരുന്നു പരാതി. മനോജിന്റെ ഭാര്യ ജോലിക്ക് പോകുന്നത് സംബന്ധിച്ച തർക്കവും വഴക്കും ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ന്യൂസ് 18 കോട്ടയം. മഹാകുംഭമേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയ മോദി കുംഭമേളയുടെ ഒരുക്കങ്ങളും വിലയിരുത്തി. രാവിലെ 10 മണിയോടെ പ്രയാഗ്രാജ് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി റോഡ് മാർഗം ഏരിയൽ ഘാട്ടിലെത്തി. തുടർന്ന് ബോട്ട് മാർഗം ത്രിവേണി സംഗമത്തിലെത്തിയ മോദി പുണ്യസ്നാനം നടത്തി. ട്രാക്ക് പാന്റും കാവി ജാക്കറ്റും ധരിച്ച് കയ്യിൽ രുദ്രാക്ഷമാലയുമായി ഗംഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്നാനം നടത്തിയത്. പ്രധാനമന്ത്രിയുടെ വരവിനായി സജ്ജീകരണങ്ങൾ ഒരുക്കാൻ 5 മേഖലകളുടെ ചുമതലക്കാരെയാണ് നിയോഗിച്ചിരുന്നത്. മഹാകുംഭമേള നടക്കുന്ന ജുൻസി, പരേഡ്, സംഘം, തെലിയാർഗഞ്ച്, അരയിൽ എന്നിങ്ങനെ 5 പ്രധാന മേഖലകളായി തിരിച്ചിരുന്നു. പരമ്പരാഗതമായി ബസന്ത് പഞ്ചമി, മൗനി അമാവാസി തുടങ്ങിയ ശുഭദിനങ്ങളാണ് സ്നാനത്തിന് തിരഞ്ഞെടുക്കുക. ഹിന്ദു കലണ്ടറിൽ പുണ്യദിനമായ മാഘാഷ്ടമിയുമായി ഒത്തുചേരുന്ന ദിവസമാണ് ഫെബ്രുവരി 5. ഈ ദിനമാണ് പ്രധാനമന്ത്രി പുണ്യസ്നാനത്തിനായി തിരഞ്ഞെടുത്തത്.
സംസ്ഥാന സർക്കാരിലെ നിരവധി മന്ത്രിമാരും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. 2019 കുംഭമേളയിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. ഇതിനു മുൻപ് 2024 ഡിസംബർ 13 നരേന്ദ്രമോദി അവസാനമായി പ്രയാഗ്രാജിലെത്തിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ER രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, എന്തായാലും പോളിംഗ് നല്ല രീതിയിൽ നടക്കുന്നത് ആം ആദ്മി പാർട്ടിക്കും BJPക്കും കോൺഗ്രസിനും ഒരേപോലെ ശുഭലക്ഷണമാണല്ലോ. എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം? മഞ്ജുഷ, ഭേദപ്പെട്ട പോളിംഗ് ആണ്. ഒപ്പം തന്നെ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ വോട്ടെടുപ്പ് ദിനത്തിലും ഡൽഹിയിൽ നടക്കുന്നു. കാരണം ജംഗ്പുര മണ്ഡലത്തിൽ പണം വിതരണം ചെയ്യുന്നു BJP പ്രവർത്തകർ എന്ന ആരോപണം ഇപ്പോൾ മനീഷ് സിസോദിയ ഉന്നയിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ അവിടെ വാക്കേറ്റമുണ്ടായി. ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജ്, മന്ത്രിയാണ് അദ്ദേഹം നിലവിൽ, സൗരവ് ഭരദ്വാജും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അതായത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഡൽഹി പോലീസിനെ ഉപയോഗിക്കുന്ന BJP എന്ന ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. ഈ വിഷയം പരിശോധിക്കുമെന്ന് ഇപ്പോൾ ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഉദയ് ഗിൽ എന്ന് പറയുന്ന വാൽമീകി സമുദായത്തിലെ പെട്ട ആം ആദ്മി പാർട്ടി നേതാവിനെ രാവിലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിപ്പോൾ ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിലും ആയുധമാക്കുന്നുണ്ട്. വാൽമീകി സമുദായം ഈ പോലീസിന്റെ നടപടിക്കെതിരെ വോട്ട് ചെയ്യണം, ഗുണ്ടാരാജിനെതിരെ വോട്ട് ചെയ്യണമെന്ന പ്രതികരണമാണ് ഇപ്പോൾ സഞ്ജയ് സിംഗിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ വോട്ടെടുപ്പ് ദിനത്തിലും തുടരുകയാണ്. ഏതായാലും 30% വോട്ടുകളാണ് ഇപ്പോൾ പോൾ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട്, ഗ്രാമപ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ താരതമ്യേന ന്യൂഡൽഹി അടക്കമുള്ള ഡൽഹിയുടെ ഹൃദയഭാഗത്ത് കിടക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് കുറവാണ്. ഔദ്യോഗികമായി ഇതുവരെ 11 മണി വരെയുള്ള കണക്കുകളാണ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് പ്രകാരം 20% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി അത് 30% മുകളിലാകാനുള്ള സാധ്യത നിലവിലുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തിന് കൂടുതൽ പോളിംഗ് ഇത്തവണ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ ഒപ്പം നിൽക്കുന്ന ഒരു പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തിയേക്കാം. 2020 63% ഡൽഹിയുടെ പോളിംഗ്. അതിനോട് അടുപ്പിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പോളിംഗ് നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെ അതിക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ കേസെടുത്തു. SI S ജിനുവിനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. മർദ്ദനമേറ്റ സിതാരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. വാഹനം വഴിയരികിൽ നിർത്തി വിശ്രമിക്കുന്നതിനിടെയായിരുന്നു കോട്ടയം സ്വദേശികളെ പോലീസ് മർദ്ദിച്ചത്. ജീപ്പിൽ നിന്ന് ഇറങ്ങിയ പാടെ കണ്ണിൽ കണ്ടവരെയെല്ലാം SI ജിനുവും സംഘവും പൊതിരെ തല്ലി. CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ പോലീസിന് ന്യായീകരണമില്ലാതെയായി. ഇന്നലെ രാത്രി 11 മണിയോടെ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലാണ് പോലീസിന്റെ അഴിഞ്ഞാട്ടം. വിവാഹ പാർട്ടി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു കോട്ടയം സ്വദേശികളായ 20 അംഗ സംഘം. വിശ്രമത്തിനായി ടെമ്പോ ട്രാവലർ വഴിയരികിൽ നിർത്തി. ഇതിൽ ചിലർ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് സ്ഥലത്തെത്തിയ പത്തനംതിട്ട SIയും സംഘവും ലാത്തിചാർജ് നടത്തിയത്. മറുപടി കാണാൻ പോയതാ അടൂര്, കൊല്ലം. പോയിട്ട് വന്നപ്പം എൻ്റെ വീട് തോന്നിയില്ല, അല്ല അതുമുങ്ങളം. അപ്പോൾ ചേട്ടായി വരാനായിട്ട് താമസിച്ചു. അവരെന്നെ ഇറക്കി വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചേട്ടായി വരാൻ താമസിച്ചത് കൊണ്ട് ഞങ്ങളവിടെ വണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പിള്ളേർ കൊച്ചിന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു അവളാണ് അങ്ങോട്ട് പോയി. അവനവിടെ സൈഡിൽ ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അന്നേരം അങ്ങ് അടിച്ചു. മുണ്ടക്കയം സ്വദേശി സിതാര, ഭർത്താവ് ശ്രീജിത്ത്, ബന്ധു ഷിജിൻ എന്നിവർക്ക് പരിക്കേറ്റു. വാഹനത്തിന് പുറത്തുനിന്ന് മറ്റുള്ളവർക്കും അടികിട്ടി. പരിക്കേറ്റവർ സ്വന്തം വാഹനത്തിലാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഒരു പ്രകോപനം കേട്ടാ ഒരു വണ്ടി പോലീസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ലാത്തി എടുത്ത് അഴിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് പോലും ഞങ്ങൾക്ക് സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല. ബാറിന് മുന്നിൽ ചിലർ പ്രശ്നമുണ്ടാക്കുന്നു എന്ന വിവരം ലഭിച്ചതായും അവരെ നേരിടാനാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയതെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണെന്ന് പോലും അന്വേഷിക്കാതെ പൊതിരെ തല്ലിയത് എന്തിനെന്ന ചോദ്യത്തിന് പോലീസിന് മറുപടിയില്ല. പരിക്കേറ്റവരുടെ മൊഴിയിൽ SI ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് 18 പത്തനംതിട്ട. പകുതി വിലയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തു നടത്തിയ തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതിയായി. കണ്ണൂർ ടൗൺ പോലീസാണ് കേസെടുത്തത്. 1000-ലേറെ പേരാണ് കണ്ണൂരിൽ മാത്രം തട്ടിപ്പിനിരയായത്. CSR ഫണ്ടിന്റെ മറവിൽ ഇതുവരെ സംസ്ഥാനത്ത് നടന്നത് 1000 കോടി രൂപയുടെ തട്ടിപ്പെന്നാണ് പോലീസ് പറയുന്നത്. മൂവാറ്റുപുഴയിൽ കിട്ടിയ പരാതിയിൽ ഇടുക്കി സ്വദേശി അനന്തു കൃഷ്ണൻ പിടിയിലായതോടെ കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. തനിക്ക് തട്ടിപ്പുമായോ അവരുടെ സംഘടനയുമായോ ബന്ധമില്ലെന്നും അവർക്ക് നിയമസഹായം നൽകുക മാത്രമാണ് ചെയ്തതെന്നുമാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്.
ഞാൻ എങ്ങനെയാണ് പ്രതിയാകുന്നത്? ഞാൻ അനന്തകൃഷ്ണൻ്റെ വക്കീലായിട്ട് 2-3 കേസുകൾ നടത്തിയിട്ടുണ്ട്. ഈ കേസ് നടത്താൻ എന്നെ അനന്തകൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അനന്തകൃഷ്ണൻ പ്രൊപ്പറേറ്ററായ PSI എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ വക്കീലായിട്ടാണ് ഞാൻ കേസുകൾ എടുക്കുന്നത്. ഞാൻ വേറെ ഒന്നിൻ്റെയും വക്കീലുമല്ല. പിന്നെ അനന്തകൃഷ്ണനെ ആ രീതിയിൽ അനന്തകൃഷ്ണൻ്റെ കേസുകൾ ഞാൻ നടത്താൻ ഉപദേശിച്ചാൽ അതെങ്ങനെയാണ് പ്രതിയാകുന്നതിന് കാരണമാകുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകുന്നത് മന്ത്രിസഭ പരിഗണിച്ചില്ല. അജണ്ടയിലുണ്ടായിരുന്നെങ്കിലും ഇന്ന് വിഷയം പരിഗണനയ്ക്കെടുത്തില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ടാണ് വിഷയം പരിഗണിക്കാതിരുന്നത്. കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസർ ഫീ പിരിക്കുന്നതും ക്യാബിനറ്റ് പരിഗണിച്ചില്ലെന്നാണ് സൂചന. വയനാട് DCC ട്രഷറർ NM വിജയൻ ജീവനൊടുക്കിയ സംഭവത്തിൽ IC ബാലകൃഷ്ണൻ MLAക്ക് കുരുക്കുമുറുകുകയാണ്. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമന കോഴക്കേസ് ED അന്വേഷിക്കുമെന്ന് റിപ്പോർട്ട്. കേസിന്റെ രേഖകൾ കൈമാറാൻ ആവശ്യപ്പെട്ട് വയനാട് SP-ക്കും ബാങ്കിനും ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര ഇന്ന് അവസാനിക്കും. യാത്രയുടെ ഭാഗമായി പാലോട് ജംഗ്ഷനിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 4-ന് നെയ്യാറ്റിൻകര താലൂക്കിലെ അമ്പൂരിയിൽ സംഘടിപ്പിക്കുന്ന സമാപന സമ്മേളനം AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും. UDF ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ സമാപന സമ്മേളനത്തിൽ ഉണ്ടാവും. പാലക്കാട് വല്ലപ്പുഴയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഗ്യാലറി തകർന്ന സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്തു. പരിധിയിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചതിനാണ് കേസെടുത്തത്. ഗ്യാലറി തകർന്നു വീണ് 70ഓളം പേർക്കാണ് പരിക്കേറ്റത്. പാലക്കാട് വല്ലപ്പുഴയിൽ തിങ്ങിനിറഞ്ഞ ഗ്യാലറിയെ സാക്ഷിയാക്കിയായിരുന്നു സെവൻസ് ഫുട്ബോൾ ഫൈനൽ. ഗ്യാലറിക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും അധികം ആളുകൾ എത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു. മത്സരം പുരോഗമിക്കവേ ഗ്യാലറി തകർന്നു വീണു. എഴുപതോളം പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. തിരക്ക് നിയന്ത്രിക്കാത്തതിനും ഗ്യാലറിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിധിയിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചതിനുമാണ് കേസ്. പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. കനിവ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് 1 മാസമായി വല്ലപ്പുഴ ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഫ്ലഡ് ലിറ്റ് മത്സരം. അപകടത്തിൽ ഒരാൾക്ക് നട്ടെല്ലിന് ഗുരുതരമായി പരിക്കുണ്ട്. മറ്റൊരാൾക്ക് ഇടത്തുകാലിന് പൊട്ടലുമുണ്ട്. ഇവരുടെ മൊഴിപ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഗ്യാലറി പൊളിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പലരും ചാടി. സമയബന്ധിതമായി രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിന്റെ തീവ്രത കുറച്ചു. ന്യൂസ് 18 പട്ടാമ്പി. MC റോഡിൽ കൊട്ടാരക്കര സദാനന്ദപുരത്ത് രോഗിയുമായി പോയ ആംബുലൻസ് ലോറിയുമായി കൂട്ടിയിടിച്ച് 2 മരണം. അടൂർ ഏഴംകുളം സ്വദേശികളായ തമ്പി, ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മകൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. അടൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. വാളകം ഭാഗത്ത് നിന്ന് കോഴികളുമായി വന്ന ലോറിയിലേക്ക് ആംബുലൻസ് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. പരിക്കേറ്റ തമ്പിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശ്യാമള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ഇവരുടെ മകൾ ഗുരുതരാവസ്ഥയിലാണ്. 2 വണ്ടിയായിട്ട് ഇടിക്കുകയാണ് ഞാൻ. ഇടിച്ച് ഇപ്പം ആംബുലൻസിനുള്ള രോഗിയായിട്ടുള്ള ആൾ മരണപ്പെട്ടുപോയി. മുതിർന്നൊരു കക്ഷിയാണ്, ഒരു പുരുഷനാണ്. എന്തായാലും വലിയൊരു അപകടമാണ് വന്നിരിക്കുന്നത്. ആംബുലൻസിൽ ഡ്രൈവർ ഉൾപ്പെടെ 5 പേരാണ് ഉണ്ടായിരുന്നത്. ലോറിയിൽ ഡ്രൈവറും ജീവനക്കാരുമടക്കം 4 പേരും. ഇവരുടെ പരിക്കും ഗുരുതരമാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് സർവകലാശാല പുറത്താക്കിയ 18 വിദ്യാർത്ഥികളെ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. ആന്റി റാഗിംഗ് കമ്മിറ്റി വിചാരണയ്ക്ക് ശേഷം 3 വർഷത്തേക്ക് പുറത്താക്കിയ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥികളെ മണ്ണുത്തി കോളേജിൽ കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞയാഴ്ച പ്രവേശിപ്പിച്ചിരുന്നു. ഇതിനെതിരെ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഡിവിഷൻ ബെഞ്ചിന് നൽകിയ അപ്പീലിലാണ് ഈ ഉത്തരവ്.
CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് തുടക്കമായി. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ശക്തി കേന്ദ്രങ്ങളായ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ച, സാമ്പത്തിക ക്രമക്കേട് തുടങ്ങിയവ സമ്മേളനത്തിൽ ചർച്ചാ വിഷയമാകും. അതിർത്തിയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്തതിനെ തുടർന്ന് സർക്കാരിനെതിരെ തന്നെ സമരം ചെയ്യേണ്ട സാഹചര്യമുണ്ടാക്കിയത് കടുത്ത വിമർശനത്തിനായിരിക്കും വഴിവെക്കുക. റിപ്പോർട്ടിന് മേലുള്ള ചർച്ച ഉച്ചയ്ക്ക് ശേഷം തുടങ്ങും. മന്ത്രി വി ശിവൻകുട്ടിയുടെ മകൻ ഗോവിന്ദ് ശിവൻ വിവാഹിതനായി. എറണാകുളം തിരുമാറാടി തേനാകര കളപ്പുരക്കൽ ജോർജിന്റെയും റെജിയുടെയും മകൾ എലീനയാണ് ഗോവിന്ദ് ശിവന്റെ വധു. റോസ് ഹൌസിൽ നടന്ന ചടങ്ങിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, CPM ജില്ലാ സെക്രട്ടറി വി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. എറണാകുളം പിറവത്ത് കിണറ്റിൽ വീണ ഭർത്താവിനെ അതിസാഹസികമായി ഭാര്യ രക്ഷിച്ചു. പിറവം സ്വദേശി രമേശനാണ് വീടിന് സമീപം കുരുമുളക് പറിക്കുന്നതിനിടെ മരമൊടിഞ്ഞ് കിണറ്റിൽ വീണത്. ഉടൻ ഭാര്യ പത്മം കയർ ഉപയോഗിച്ച് കിണറ്റിൽ ഇറങ്ങുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തും വരെ പത്മം രമേശനെ താങ്ങി നിർത്തി. 40 അടിയോളം താഴ്ചയും 5 അടിയോളം വെള്ളവുമുള്ള കിണറ്റിലാണ് രമേശൻ വീണത്. കുഴപ്പമില്ലല്ലോ, ആള് കുഴപ്പമില്ല. നോക്കട്ടെ നമുക്ക് നോക്കിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ആളെ ഇരുത്ത്. സൈഡിലോട്ട് നിൽക്ക്. അതിനകത്ത് കയറി നിന്നോ, ചേച്ചി കയറി നിന്നോ. അവിടെ ഇരുന്നോ, പിടിച്ചോ സൈഡിൽ പിടിച്ചോ. അങ്ങനെ നിന്നു. കുഴപ്പമില്ല, നീ പോ. കേരള ലോട്ടറിയുടെ ബമ്പർ ടിക്കറ്റ് എടുക്കാൻ കേരളത്തിലേക്ക് ഇതര സംസ്ഥാനക്കാരുടെ ഒഴുക്കാണ്. കെട്ടുകണക്കിന് ടിക്കറ്റാണ് ഓരോരുത്തരും എടുക്കുന്നത്. 20 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള ക്രിസ്മസ് നവവത്സര ബമ്പർ ഇന്ന് ഉച്ചയ്ക്ക് 2:30-ക്കാണ് നറുക്കെടുക്കുന്നത്. പ്രതിദിന ഭാഗ്യക്കുറി എടുക്കാൻ മലയാളികളാണ് മുന്നിൽ. എന്നാൽ ബമ്പർ ടിക്കറ്റുകൾക്ക് ആവശ്യക്കാർ ഏറെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. വിനോദയാത്രയ്ക്ക് വരുന്നവരും തീർത്ഥാടകരും ജോലി ആവശ്യങ്ങൾക്കായി എത്തുന്നവരും ലോട്ടറി കടകൾ കയറി ഇറങ്ങുകയാണ്. ഒന്നല്ല, ഒരു കെട്ട് ലോട്ടറിയാണ് പലരും എടുക്കുന്നത്. കേരള ലോട്ടറിയും ബമ്പർ ടിക്കറ്റുകളുമൊക്കെ ഇതര നാടുകളിലും ബമ്പർ ഹിറ്റാണ്. 10 टिकट लिए 10 टिकट केरला बिग ड्रॉ अच्छा है. कोशिश करते हैं, फर्स्ट टाइम आए यहाँ राजस्थान से घूमने, तो ट्राई मारा कि अपना भी क्या 2 लाख. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ ബമ്പർ പ്രേമം വ്യാപാരികളും ശരിവെക്കുന്നു. ഇതുവരെ നല്ല കച്ചവടമായിരുന്നു. മലയാളികളല്ലേ കൂടുതൽ എടുക്കുന്നത്. കൂടുതലും ഇവിടെ സെയിൽ കൂടുതലും തമിഴ്നാട്ടുകാരാണ്. എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുവാണ്, തമിഴ്നാട്ടുകാർ വരുന്നുണ്ട്. ചെറിയ ടിക്കറ്റ് മാത്രമേ ഇവിടുത്തെ ആൾക്കാർ വാങ്ങിക്കുള്ളൂ. ലോട്ടറി ബമ്പറൊക്കെ എല്ലാ നാട്ടുകാർ ഇവിടുത്തെ പുറത്തെ ആള് ബോംബെ, ദില്ലി, ഇവര് ആന്ധ്ര, തമിഴ്നാട് ഇതെല്ലാം ഇവിടുത്തെ വന്നിട്ട് നല്ല പൈസയ്ക്ക് ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇതര സംസ്ഥാനക്കാരുടെയും മലയാളികളുടെയും ഇപ്പോഴത്തെ ഭാഗ്യപരീക്ഷണം ഇന്ന് നറുക്കെടുക്കുന്ന ക്രിസ്മസ് നവവത്സര ബമ്പറിലാണ്. നറുക്കെടുപ്പിലൂടെ 21 പേർ കോടീശ്വരന്മാരാകും. 20 കോടി ഒന്നാം സമ്മാനത്തിന് പുറമെ 20 പേർക്ക് ഓരോ കോടി രൂപ വീതം കിട്ടും. വിൽപ്പനയ്ക്കെത്തിച്ചത് ഏറെക്കുറെ 50 ലക്ഷത്തോളം ടിക്കറ്റുകളാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന നിർണായക പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ്. കുടിയൊഴിപ്പിക്കുന്നവരെ യുദ്ധഭൂമിക്ക് പുറത്ത് പുനരധിവസിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഈജിപ്തും ജോർദാനും ഈ തീരുമാനം അംഗീകരിക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു. ട്രംപിന്റെ പ്രഖ്യാപനം നിലവിലെ സാഹചര്യം വഷളാക്കുമെന്നാണ് ഹമാസിന്റെ മുന്നറിയിപ്പ്. The US will take over the Gaza Strip and we will do a job with it too. We'll own it.
and be responsible for dismantling all of the dangerous unexploded bombs and other weapons on the site. വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഗസ US ഏറ്റെടുക്കും, തകർന്നടിഞ്ഞ ഗസ പുനഃസൃഷ്ടിക്കും, അവിടെ വികസനം സാധ്യമാക്കും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് US പ്രസിഡന്റിന്റെ വാഗ്ദാനം. സർവ്വതും നഷ്ടപ്പെട്ട 10 ലക്ഷത്തിലധികം പേരെ യുദ്ധഭൂമിക്ക് പുറത്ത് പുനരധിവസിപ്പിക്കുമെന്നാണ് പ്രഖ്യാപനം. ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇവരെ സ്വീകരിക്കണമെന്നാണ് US നിലപാട്. ഇസ്രയേൽ ഈ തീരുമാനത്തെ അനുകൂലിക്കുന്നു. വൈറ്റ് ഹൌസിൽ ഇതുവരെ ഉണ്ടായിരുന്നവരിൽ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തെന്നാണ് ട്രംപിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. Israel will end the war by winning the war. Israel's victory will be America's victory. We will not only win the war, working together, we will win the peace. അമേരിക്കയുടെ നീക്കത്തിൽ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ ഹമാസ് ശക്തമായി രംഗത്തെത്തി. അമേരിക്കയുടെ അത്തരം നീക്കങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് മുന്നറിയിപ്പ്. വെടിനിർത്തൽ കരാർ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനങ്ങൾ എങ്ങനെ പ്രതിഫലിക്കുമെന്നും ആശങ്കയുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7860, പവന് 62,880. 18 ക്യാരറ്റ് ഗ്രാമിന് 6535, പവന് 52,280. വെള്ളി ഗ്രാമിന് 103, കിലോയ്ക്ക് 1,03,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഹരികൃഷ്ണൻ ചേരും.